ഫൈൻഡ് ദി സം ഓഫ് ഓൾ മൾട്ടിപ്പിൾസ് ഓഫ് 9 എമംഗ് 3 ഡിജിറ്റ് നമ്പേഴ്സ്. അതായത് 3 ഡിജിറ്റ് നമ്പേഴ്സിൽ 9ൻ്റെ മൾട്ടിപ്പിൾസിൻ്റെ സമ്മ് എത്രയാണെന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം 9ൻ്റെ മൾട്ടിപ്പിൾസ് ഒക്കെ എന്താണ്, അരിത്തമെറ്റിക് സീക്വൻസിലാണ് അല്ലേ? കാരണം 9ൻ്റെ മൾട്ടിപ്പിൾസ് ഏതൊക്കെയാണ്? 9ൻ്റെ മൾട്ടിപ്പിൾസ് 9 × 1 9, 9 × 2 18, 9 × 3 27 എക്സെട്ര. ഇതൊക്കെയാണ് 9ൻ്റെ മൾട്ടിപ്പിൾസ് അല്ലേ? അപ്പോൾ ഇതൊക്കെ 9 എന്ന് പറഞ്ഞാൽ 1 ഡിജിറ്റാണ്, ഒരു ഡിജിറ്റേ ഉള്ളൂ. 18 എന്ന് പറഞ്ഞാൽ 1 8 2 ഡിജിറ്റ് ഉണ്ട്. 27 2 7 2 ഡിജിറ്റ് ഉണ്ട് അല്ലേ? പക്ഷേ നമുക്ക് കണ്ടുപിടിക്കേണ്ട 3 ഡിജിറ്റ് നമ്പേഴ്സ് ഏതൊക്കെയാണെന്നാണ് അല്ലേ? അപ്പോൾ നമുക്കറിയാം ലാസ്റ്റ് 2 ഡിജിറ്റ് 9ൻ്റെ മൾട്ടിപ്പിൾ 99 ആണ് അല്ലേ? നമുക്കറിയാം 9 × 11 ആണ് 99 അല്ലേ? 9 എന്ന് പറഞ്ഞാൽ 9 × 1 ആണ്. 18 എന്ന് പറഞ്ഞാൽ 9 × 2 ആണ്. 27 എന്ന് പറഞ്ഞാൽ 9 × 3 ആണ് അല്ലേ? അപ്പോൾ അങ്ങനെ 99 എന്ന് പറയുന്നാൽ എന്താണ്, 9 × 11 9ൻ്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എന്ത് വരും? അടുത്ത നമ്പർ 99 കഴിഞ്ഞിട്ടുള്ള 9ൻ്റെ മൾട്ടിപ്പിൾ ഏതാണ്? 99 + 9 അല്ലേ? കാരണം 9 കഴിഞ്ഞിട്ടുള്ള അടുത്ത മൾട്ടിപ്പിൾ കിട്ടണമെങ്കിൽ 9ൻ്റെ കൂടെ 9 ആഡ് ചെയ്യണം അല്ലേ? 9ൻ്റെ കൂടെ 9 ആഡ് ചെയ്യുമ്പോഴാണ് 18 കിട്ടുക. 18ൻ്റെ കൂടെ 9 ആഡ് ചെയ്യുമ്പോഴാണ് 27 കിട്ടുക അല്ലേ? അപ്പോൾ 99 കഴിഞ്ഞിട്ടുള്ള മൾട്ടിപ്പിൾ കിട്ടണമെങ്കിൽ 99ൻ്റെ കൂടെ 9 ആഡ് ചെയ്യുക. അതെത്രയാണ്? 99 + 9 അതെത്രയാണ്? 108 ആണ് അല്ലേ? അപ്പോൾ 108 ഒരു 3 ഡിജിറ്റ് നമ്പറാണ് അല്ലേ? അപ്പോൾ അതാണ് ഫസ്റ്റ് 3 ഡിജിറ്റ് നമ്പർ അല്ലേ? 3 ഡിജിറ്റ് നമ്പേഴ്സിൻ്റെ സമ്മാണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് 3 ഡിജിറ്റ് മൾട്ടിപ്പിൾ ഏതാണ്? 9ൻ്റെ 108 ആണ് അല്ലേ? കാരണം അതിന് മുമ്പുള്ള മൾട്ടിപ്പിൾ 99 ആണ്, അത് 2 ഡിജിറ്റ് നമ്പറാണ്. അങ്ങനെ പോയി ലാസ്റ്റ് 3 ഡിജിറ്റ് മൾട്ടിപ്പിൾ ഏതാണ് 9ൻ്റെ? നമുക്കറിയാം 999 അല്ലേ? 999 ഇത് 9ൻ്റെ മൾട്ടിപ്പിൾ ആണല്ലോ. അത് എന്താണ്? 9 × 111 അല്ലേ? ഇതെന്താ? 999 അല്ലേ? അപ്പോൾ 999 കഴിഞ്ഞിട്ടുള്ള മൾട്ടിപ്പിൾ ഏതാണ്? അത് കാണണമെങ്കിൽ അതിൻ്റെ കൂടെ 9 ആഡ് ചെയ്യുക. 999 + 9 എത്രയാണ്? 1008 ആണല്ലേ? അപ്പോൾ ഇത് എത്ര ഡിജിറ്റാണ്? 1008 4 ഡിജിറ്റ്സ് ആണ് അല്ലേ? അപ്പോൾ ഇതൊരു 4 ഡിജിറ്റ് നമ്പറാണ്. അപ്പോൾ നമുക്ക് 3 ഡിജിറ്റ് നമ്പേഴ്സ് മതി അല്ലേ? 3 ഡിജിറ്റ് നമ്പേഴ്സ് ഫസ്റ്റ് 108ഉം ലാസ്റ്റ് 999 ആണ് അല്ലേ? അപ്പോൾ ഇവയുടെ ഇത്രയും നമ്പേഴ്സിൻ്റെ ഇവയ്ക്കിടയിൽ വരുന്ന മൾട്ടിപ്പിൾസ് 9ൻ്റെ മൾട്ടിപ്പിൾസിൻ്റെയും എല്ലാം കൂടി സമ്മാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. 18 മുതൽ 99 വരെ ഉള്ളത് എന്താ? 2 ഡിജിറ്റ് മൾട്ടിപ്പിൾ ഓഫ് 9 ആണ്. അത് കഴിഞ്ഞിട്ട് 108 മുതൽ 999 വരെയാണ് എന്ത്? 3 ഡിജിറ്റ് മൾട്ടിപ്പിൾസ് ഓഫ് 9. പിന്നെ 1008 മുതൽ അങ്ങോട്ട് എന്താണ്? അങ്ങോട്ട് 4 ഡിജിറ്റ് മൾട്ടിപ്പിൾസ് ആണ് അല്ലേ? ഓക്കെ, 3 ഡിജിറ്റ് മൾട്ടിപ്പിൾസ് ഓഫ് 9 ആർ. അപ്പോൾ ഈ സീക്വൻസിലെ ഫസ്റ്റ് ടേമാണ് എന്ത്? 108. ലാസ്റ്റ് ടേമിനെ നമുക്ക് nth ടേം എന്ന് എടുക്കാം. ഓക്കെ, nth ടേം എത്രയാണ്? 999 അല്ലേ? അപ്പോൾ എന്നിൻ്റെ വാല്യൂ കണ്ടാൽ എന്താ? എത്ര ടേംസ് ഉണ്ടെന്ന് മനസ്സിലായി അല്ലേ? n എന്ന് പറയുന്നത് എന്താ? നമ്പർ ഓഫ് ടേംസ് ആണ്. ലാസ്റ്റ് ടേമാണ് എന്ത്? nth ടേം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ടേമിൻ്റെ കൂടെ എത്ര കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുമ്പോഴാണ് nth ടേം കിട്ടുക? അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ എന്നിൽ നിന്നും 1 മൈനസ് ചെയ്യുക. അതെന്താ? n - 1 അല്ലേ? അപ്പോൾ n - 1 കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യണം. n - 1 d ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? ലാസ്റ്റ് ടേം കിട്ടുക. ഓക്കെ, ഫസ്റ്റ് ടേം എത്രയും 108 അല്ലേ? അപ്പോൾ 108 + n - 1 × d. d എന്താണ്? 9 ആണ്. കാരണം എന്താ? കോമൺ ഡിഫറൻസ് 9 ആണ്. കാരണം 9ൻ്റെ മൾട്ടിപ്പിൾസ് അല്ലേ? അപ്പോൾ കോമൺ ഡിഫറൻസ് എന്തായിരിക്കും? 9 ആയിരിക്കും. ഓക്കെ, = എന്താ? ലാസ്റ്റ് ടേം nth ടേം അത് എത്രയാണ്? 999. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്നിൻ്റെ വാല്യൂ കാണണം. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഈ 108നെ ഇവിടെ ആഡ് ചെയ്തേക്കൂലേ? അപ്പോൾ ഈ +108നെ ഇക്കറ്റിൻ്റെ അപ്പുറത്തെ കൊണ്ടുപോകുമ്പോൾ -108 ആകും. സോ n - 1 × 9 = 999 - 108. That is n - 1 × 9 = 999 - 108 എത്രയാണ്? 891 ആണല്ലേ?
അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്നിൻ്റെ വാല്യൂ കാണാം, n-1ൻ്റെ വാല്യൂ കാണാം. അതിന് വേണ്ടി എന്ത് ചെയ്യണം, ഇവിടെ 9നെ ഇവിടെ ഇൻറ്റു ചെയ്തേക്കുമല്ലേ, അപ്പോൾ ഇൻറ്റു 9നെ ഇക്വൽറ്റിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ബൈ 9 ആവും. സോ n-1 ഈസ് ഇക്വൽ ടു 891 ബൈ 9. ദാറ്റ് ഈസ് എത്രയാണ്, n-1 ഈസ് ഇക്വൽ ടു 891 ബൈ 9 എത്രയാണ്, 99 ആണല്ലേ. അപ്പോൾ എന്താണ്, n കാണാൻ വേണ്ടിയിട്ട് 1നെ ഇവിടെ മൈനസ് ചെയ്തേക്കുമല്ലേ, അപ്പോൾ -1നെ ഇക്വൽറ്റിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ എന്താവും, +1 ആകും. സോ n ഈസ് ഇക്വൽ ടു 99 + 1. അതെത്രയാണ്, 100. 99 + 1 100 അല്ലേ. അപ്പോൾ n എന്താണ്, 100 ആണ് അല്ലേ. അപ്പോൾ ഈ സീക്വൻസിൽ എത്ര ടേംസ് ഉണ്ട്, 100 ഉണ്ട്. അപ്പോൾ നമുക്കിനി സമ്മ് കണ്ടൂടെ, സമ്മ് കാണാമല്ലോ. സം ഓഫ് 3 digit multiples of 9. എന്താണ്, അതായത് 108 മുതൽ 999 വരെയുള്ള 9ൻ്റെ മൾട്ടിപ്പിൾസിൻ്റെ സമ്മ് അല്ലേ. അത് കാണില്ല, ഹാഫ് n ഇൻറ്റു ഫസ്റ്റ് ടേം ഇൻറ്റു ലാസ്റ്റ് ടേം എന്ന ഇക്വേഷൻ വെച്ചിട്ട് കണ്ടുപിടിക്കാം. ഹാഫ് n ഇൻറ്റു ഫസ്റ്റ് ടേം x1 പ്ലസ് ലാസ്റ്റ് ടേം x. ഓക്കെ, ഇക്വേഷൻ വെച്ചിട്ട് കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് ഹാഫ് ഇൻറ്റു n എത്രയാണ്, n 100 ആണെന്ന് കിട്ടി അല്ലേ. 100 ടേംസ് ഉണ്ട് ഇൻറ്റു ഫസ്റ്റ് ടേം എന്താ 108 പ്ലസ് ലാസ്റ്റ് ടേം എന്താ 999. ദാറ്റ് ഈസ് ഹാഫ് ഇൻറ്റു 100 എന്ന് വെച്ചാൽ 100/2, അത് 50 ആണ്. 50 ഇൻറ്റു 108 പ്ലസ് 999 എത്രയാണ്, 1107 ആണ് അല്ലേ. അപ്പോൾ 50 ഇൻറ്റു 1107 എത്രയാണ്, 55,350 ആണ് ആൻസർ. ഓക്കെ, the nth term of some arithmetic sequences are given below. Find the sum of the first n terms of each. അതായത് ചില സീക്വൻസുകളുടെ nth ടേം തന്നിട്ടുണ്ട് അല്ലേ. നമുക്കറിയാം xn ഈസ് ഈക്വൽ ടു an പ്ലസ് b ആണ്. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ളത് nth ടേം, അതായത് xn തന്നെയാണ് അല്ലേ. xn തന്നിട്ടുള്ള ഈ ക്വസ്റ്റ്യനിൽ 2n + 3 ആണ് അല്ലേ. അപ്പോൾ അതിനർത്ഥം a എന്ന് പറയുന്നത് എന്താണ്, 2 ആണ്, കാരണം n-ൻ്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നത് a ആണ് അല്ലേ. അതേപോലെ b എന്ന് പറയുന്നത് എന്താണ്, 3 ആണ്. ഓക്കെ, a 2ഉം b 3ഉം കിട്ടി. അപ്പോൾ സമ്മ് എന്തായിരിക്കും, സം ഓഫ് ഫസ്റ്റ് n ടേം കാണാൻ ഇക്വേഷൻ എന്താ, ഹാഫ് an ഇൻറ്റു n+1 പ്ലസ് bn എന്നായിരുന്നു അല്ലേ. സം ഓഫ് ഫസ്റ്റ് n ടേംസ് കാണാൻ ഇക്വേഷൻ, എക്ക് പകരം 2 എന്നും ബിക്ക് പകരം 3 എന്നും കൊടുക്കുക. ഓക്കെ, ദാറ്റ് ഈസ് ഹാഫ് ഇൻറ്റു a എന്ന് പറഞ്ഞാൽ 2 അല്ലേ, അപ്പോൾ 2n ഇൻറ്റു n+1 പ്ലസ് ബി എത്ര, 3 അല്ലേ. 3 ഇൻറ്റു n 3n എന്ന് കിട്ടും, കാരണം എക്ക് പകരം a എന്ന് കൊടുത്തു, ബിക്ക് പകരം 3 എന്നും കൊടുത്തു. ഓക്കെ, ദാറ്റ് ഈസ് എന്താ, 2n/2 എന്ന് വെച്ചാൽ എന്താണ്, n ആണ് അല്ലേ. 2/2 1 ആയി ബാക്കി 2n, n ഇൻറ്റു n+1 ആണ് ഇവിടെ വരിക. n ഇൻറ്റു n+1 പ്ലസ് 3n. ദാറ്റ് ഈസ് n ഇൻറ്റു n+1 എന്താ, n ഇൻറ്റു n എന്താ, n² ആണ്. പിന്നെ n ഇൻറ്റു 1, n ഇൻറ്റു +1 എന്താ, പ്ലസ് n ആണല്ലേ, പ്ലസ് n. പിന്നെ ഒരു 3n പ്ലസ് 3n അല്ലേ. ദാറ്റ് ഈസ് n² n പ്ലസ് 3n, ഒരു n-ഉം 3n-ഉം ടോട്ടൽ എത്ര, 4n അല്ലേ. അപ്പോൾ പ്ലസ് 4n ആണ്, n² + 4n ആണ് സം ഓഫ് ഫസ്റ്റ് n ടേംസ് കാണാനുള്ള ആൾജിബ്രിക് ഫോം. ഓക്കെ, ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. xn ഈസ് ഈക്വൽ ടു 3n + 2 ആണ് nth ടേം അല്ലേ. പക്ഷെ നമുക്കറിയാം xn ഈസ് ഈക്വൽ ടു an പ്ലസ് b ആണ് അല്ലേ. അപ്പോൾ n-ൻ്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്ന 3 അല്ലേ. അപ്പോൾ a ഈസ് ഈക്വൽ ടു എന്താണ്, 3ഉം b ഈസ് ഈക്വൽ ടു എന്താണ്, 2 ആണ് അല്ലേ. അപ്പോൾ സം ഓഫ് ഫസ്റ്റ് n ടേംസ് കാണാൻ ഇക്വേഷൻ എന്താ, ഹാഫ് an ഇൻറ്റു n+1 പ്ലസ് bn ആയിരുന്നു. അപ്പോൾ ഇതിൽ എന്ത് ചെയ്യണം, എക്ക് പകരം 3 എന്നും ബിക്ക് പകരം 2 എന്നും കൊടുക്കുക. ദാറ്റ് ഈസ് ഹാഫ് ഇൻറ്റു 3 ഇൻറ്റു 3n ഇൻറ്റു n+1 പ്ലസ് ബി എന്താ, 2 അല്ലേ. അപ്പോൾ 2n. ദാറ്റ് ഈസ് ഹാഫ് ഇൻറ്റു 3 എന്ന് വെച്ചാൽ 3/2 അല്ലേ. അപ്പോൾ 3/2
n ഇൻറ്റു n പ്ലസ് വൺ എന്താണ്? n ഇൻറ്റു n സ്ക്വയർ ആണ് അല്ലേ? n സ്ക്വയർ. പിന്നെയോ n ഇൻറ്റു വണ്ണ് പ്ലസ് വണ്ണ് n അല്ലേ? പ്ലസ് n പ്ലസ് ഈ 2n. ഓക്കെ, ദാറ്റ് ഈസ് 3/2 ഇൻറ്റു n സ്ക്വയർ എന്ന് വെച്ചാൽ എന്താ? 3/2 n സ്ക്വയർ പ്ലസ് 3/2, അത് നമ്മൾ 3/2 ഇൻറ്റു n സ്ക്വയർ ചെയ്തു. പിന്നെ 3/2 ഇൻറ്റു പ്ലസ് n, അതെന്താ? പ്ലസ് 3/2n അല്ലേ? പ്ലസ് 2n. ഓക്കെ, ദാറ്റ് ഈസ് 3/2 n സ്ക്വയർ പ്ലസ് 3/2 എന്നിലും 2nലും n കോമൺ ആണ് അല്ലേ? അപ്പോൾ ആ n പുറത്തെടുക്കുകയാണെങ്കിൽ ബാക്കിയുള്ള എന്താ? ആദ്യത്തെ ടേമിൽ n പുറത്തെടുത്താൽ ബാക്കി 3/2. 3/2. പിന്നെ രണ്ടാമത്തെ ടേമിൽ n പുറത്തെടുത്താൽ ബാക്കി എന്താ? 2 അല്ലേ? പ്ലസ് 2. ഓക്കെ, ദാറ്റ് ഈസ് 3/2 n സ്ക്വയർ പ്ലസ് n ഇൻറ്റു 3/2 പ്ലസ് 2 എത്രയാണ്? 3/2 പ്ലസ് 2 എന്ന് വെച്ചാൽ 2നെ നമുക്ക് 2/1 എന്ന് എഴുതാം അല്ലേ? അപ്പോൾ എന്ത് വരും? ഈ 3 ഇൻറ്റു 1 3, നടുക്കുള്ള സൈന് പ്ലസ് 2 ഇൻറ്റു 2 4 ബൈ 2 ഇൻറ്റു 1 2 അല്ലേ? അപ്പോൾ 3 പ്ലസ് 4/2, 3 പ്ലസ് 4 7 അല്ലേ? ബൈ 2 7/2 ആണ്. ഓക്കെ, അപ്പോൾ എന്താ? 7/2 ആണ്. ഓക്കെ, ദാറ്റ് ഈസ് 3/2 n സ്ക്വയർ പ്ലസ് 7/2 n ആണ് എന്ത്? സം ഓഫ് ഫസ്റ്റ് n ടേംസ് കാണാനുള്ള ഓൾജിബ്രിക് ഫോം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റിലെ nth ടേം തന്നിട്ടുണ്ട്. എത്രയാണ്? 2n മൈനസ് 3 ആണ് അല്ലേ? പക്ഷേ xn എന്ന് പറയുന്നത് എന്താണ്? an പ്ലസ് b ആണ് അല്ലേ? അപ്പോൾ ഇതിൽ a എന്ന് പറയുന്നത് എന്താണ്? 2 ആണ്, കാരണം എന്നിൻ്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്ന 2 ആണ്. പിന്നെ b എന്ന് പറഞ്ഞാൽ എന്താ? മൈനസ് 3 ആണ് ഇവിടെ അല്ലേ? സം ഓഫ് ഫസ്റ്റ് n ടേംസ് കാണാൻ ഇക്വേഷൻ എന്താണ്? ഹാഫ് an ഇൻറ്റു n പ്ലസ് 1 പ്ലസ് bn ആണ് അല്ലേ? അപ്പോൾ എക്ക് പകരം 2 എന്നും ബിക്ക് പകരം -3 എന്നും കൊടുക്കുക. അപ്പോൾ ഹാഫ് ഇൻറ്റു 2 ഇൻറ്റു n ഇൻറ്റു n പ്ലസ് 1, ബി എന്താ? -3 അല്ലേ? അപ്പോൾ -3n. ദാറ്റ് ഈസ് ഹാഫ് ഇൻറ്റു 2 എന്ന് വെച്ചാൽ എന്താ? 2/2. 2/2 1 ആണ്. ബാക്കിയുള്ള n ഇൻറ്റു n പ്ലസ് 1 ആണ്. n ഇൻറ്റു n പ്ലസ് 1 -3n ആണ്. n ഇൻറ്റു n പ്ലസ് 1 എന്ന് വെച്ചാൽ എന്താ? n ഇൻറ്റു n സ്ക്വയർ, പിന്നെ n ഇൻറ്റു പ്ലസ് 1 പ്ലസ് n, പിന്നെ ഒരു -3n അല്ലേ? ദാറ്റ് ഈസ് n സ്ക്വയർ പ്ലസ് n മൈനസ് 3n അല്ലേ? ഒരു എന്നിൽ നിന്നും 3n മൈനസ് ചെയ്യാം. എന്താണ്? 3nൽ നിന്നും ഒരു n മൈനസ് ചെയ്താൽ എന്താ? 2n ആണ്. അപ്പോൾ ഒരു എന്നിൽ നിന്നും 3n മൈനസ് ചെയ്താൽ -2n ആയിരിക്കും. ഓക്കെ, -2n. അപ്പോൾ ഇതാണ് സം ഓഫ് ഫസ്റ്റ് n ടേംസ് കാണാനുള്ള ആൾജിബ്രിക് ഫോം. ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ ഈ സീക്വൻസിലെ xn കാണാനുള്ള എന്താണ്? 3n മൈനസ് 2 ആണ് ആൾജിബ്രിക് ഫോം. പക്ഷെ നമുക്കറിയാം xn എന്ന് പറഞ്ഞാൽ an പ്ലസ് b എന്ന ഫോമിലാണ് അല്ലേ? അപ്പോൾ ഇവിടെ a എന്ന് പറഞ്ഞാൽ 3 ആണ്, കാരണം എന്നിൻ്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. b എന്ന് പറഞ്ഞാൽ -2. സം ഓഫ് ഫസ്റ്റ് n ടേംസ് കാണാൻ ഇക്വേഷൻ എന്താ? ഹാഫ് an ഇൻറ്റു n പ്ലസ് 1 പ്ലസ് bn ആണ്. അപ്പോൾ എക്ക് പകരം 3 എന്നും ബിക്ക് പകരം -2 എന്നും കൊടുക്കാം. സോ ഹാഫ് ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ 3 അല്ലേ? അപ്പോൾ 3n ഇൻറ്റു n പ്ലസ് 1 പ്ലസ് ബി എന്താ? മൈനസ് അല്ലേ? അപ്പോൾ -2n. ദാറ്റ് ഈസ് ഹാഫ് ഇൻറ്റു 3 എന്ന് വെച്ചാൽ 3/2. 3/2 ഇൻറ്റു n ഇൻറ്റു n പ്ലസ് 1. n ഇൻറ്റു n പ്ലസ് 1 എന്ന് വെച്ചാൽ n ഇൻറ്റു n സ്ക്വയർ ആണ്. പിന്നെ എന്താ ഉള്ളത്? n ഇൻറ്റു പ്ലസ് 1, അത് പ്ലസ് n ആണ്. പിന്നെ ഒരു -2n. ഓക്കെ, ദാറ്റ് ഈസ് 3/2 n സ്ക്വയർ പ്ലസ് n എന്ന് വെച്ചാൽ 3/2 ഇൻറ്റു n സ്ക്വയർ എന്താണ്? 3/2 n സ്ക്വയർ. പിന്നെയോ 3/2 ഇൻറ്റു പ്ലസ് n എന്ന് വെച്ചാൽ പ്ലസ് 3/2n. പിന്നെ എന്താ? -2n. ഓക്കെ, ദാറ്റ് ഈസ് 3/2 n സ്ക്വയർ
പിന്നെ എന്താണ് അടുത്ത ടേമിൽ n കോമൺ ആണ് അല്ലേ, 3/2 എന്നിലും -2 എന്നിലും n കോമൺ ആണ്. അപ്പോൾ n പുറത്തെടുക്കുകയാണെങ്കിൽ, അപ്പോൾ ആദ്യത്തെ ടേമിൽ 3/2 എന്നിൽ n പുറത്തെടുത്താൽ ബാക്കി 3/2, -2 എന്നിൽ n പുറത്തെടുത്താൽ ബാക്കി -2. ഓക്കെ, ദാറ്റ് ഈസ് 3/2 n സ്ക്വയർ പ്ലസ് n ഇൻറ്റു 3/2 -2 എത്രയാണ്? 3/2 -2 എന്ന് വെച്ചാൽ 2നെ നമുക്ക് 2/1 എന്ന് എഴുതാം, കാരണം 2/1 എന്ന് വെച്ചാൽ 2 തന്നെ. ഓക്കെ, ദാറ്റ് ഈസ് 3 ഇൻറ്റു 1 എന്താ 3, നടുക്കുള്ള സൈന് മൈനസ്, 2 ഇൻറ്റു 2 4 ബൈ ഡിനോമിനേറ്ററിൽ 2 ഇൻറ്റു 1 2, ദാറ്റ് ഈസ് 3 - 4/2. 3 - 4 എന്താ? 4 - 3 1 ആണ്. അപ്പോൾ 3 - 4 -1 ബൈ ഡിനോമിനേറ്ററിൽ 2. ഓക്കെ, -1/2. ഓക്കെ, സോ ദിസ് ഈസ് -1/2. സോ ദിസ് ഈസ് 3/2 n സ്ക്വയർ, n ഇൻറ്റു -1/2 എന്ന് വെച്ചാൽ എന്താ? -1/2 n. ഓക്കെ, അപ്പോൾ ഇതാണ് സം ഓഫ് ഫസ്റ്റ് n ടേംസ് കാണാനുള്ള ആൾജിബ്രിക് ഫോം ഈ സീക്വൻസിൻ്റെ.